ഡാഡിയാ, നീ ബാങ്കിലെത്തിയോ? യെസ് ഡാഡി, ഞാൻ മാനേജർ കൊടുക്കാം. മേ കം ഇൻ സർ? യെസ്. വരൂ വരൂ. സ്റ്റേസിന്ന് ഡാഡിയാ. ഓ, ഹലോ സാർ. ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ മോളെ ഏൽപ്പിച്ചിരിക്കുന്നേ. ശരി സാർ. ഈ ഫയൽ ഒന്ന് ക്ലിയർ ചെയ്തേ പ്ലീസ്. അല്ല, മോളെ ഇങ്ങോട്ട് പറഞ്ഞേക്കേണ്ട കാര്യമില്ലായിരുന്നു. ഒന്ന് വിളിച്ചാൽ ഞാൻ ஹலோ, நான் திருநெல்வேலி இருந்து ஆண்டிப்பட்டி பேசுறேன். சொல்லுங்க அண்ணே. நான் இங்க இருந்து ஒரு 1 லட்சம் கொரியர் அனுப்பியிருக்கேன். அங்க கிடைச்சதா இல்லையா? அண்ணே கிட்டி, ரொம்ப தேங்க்ஸ். ஆமா ஆமா, ஆர்டர் இல்ல, அப்புறம் சொல்றேன். நீங்க போன் வச்சிருங்க. எஸ்டிடி அப்பா, எஸ்டிடி. എന്താടോ? സർട്ടിഫിക്കറ്റ് ആണ് സാർ. സാർ, ലോണിലുള്ള എല്ലാ പേപ്പേഴ്സും റെഡിയാണ് സാർ. ഇത് പൊസഷൻ സർട്ടിഫിക്കറ്റ്, ഇത് കുടികട സർട്ടിഫിക്കറ്റ്, ഇത് കരമടച്ച സർട്ടിഫിക്കറ്റ്, ഇത് കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ്, ഇത് വില്ലേജ് ഓഫീസറുടെ സാങ്ഷൻ. ഇത് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇത് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ലോൺ തിരിച്ചു പിടിക്കുന്നതിനുള്ള സെക്യൂരിറ്റി. ഇതൊക്കെ അക്കൗണ്ടിനെ ഏൽപ്പിച്ചു. സാർ, എത്രയും പെട്ടെന്ന് വെരിഫിക്കേഷൻ കഴിയട്ടെ. വെരിഫിക്കേഷൻ വെരി ലേറ്റ് ആക്കരുത്. ശ്രമിക്കാം. അതുവരെ പിടിച്ചു നിൽക്കാൻ ഒരു ഓടി പാസ്സാക്കി തരും. കാശിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ. ഓടി പാസ്സാക്കാനുള്ള ഡീലിങ്സ് നിങ്ങൾക്ക് ബാങ്കുമായിട്ടില്ല. അയ്യോ, എന്നാ ഇപ്പോഴത്തെ ഒരു ചെക്കില്ലേ, അതൊന്ന് ഡിസ്കൗണ്ട് ചെയ്ത് തരൂ. വന്നേ. എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. താൻ പോയി അക്കൗണ്ടിനെ കാണും. ഇയാളുടെ തല പോലെ തന്നെ മനസ്സ്. ബുദ്ധിമുട്ടായില്ലല്ലോ. ഹലോ. ഹലോ, ഇതാരാ? നിങ്ങളാരാ? ഞാൻ ആരെങ്കിലും ആട്ടെ. നീ ആരാ? എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാൻ ആരാന്നോ? മര്യാദയ്ക്ക് നമ്പർ ഒക്കെ ഡയൽ ചെയ്യണം. ഹലോ, நீ திடீர்னு ஒரு பேப்பர் பேனாவை எடுத்துட்டு. ആരാ സംസാരിക്കുന്നത്? அதெல்லாம் அப்புறம் சொல்றேம்மா. நீ சீக்கிரம் பேப்பர் எடுத்துருங்கோ. எஸ்டிடி அம்மா, எஸ்டிடி. ഒരു പേപ്പർ പേന എടുത്ത്. குண்டு 100 டசன். എന്താ? குண்டு 100, അമിട്ട് 100, ഗുണ്ടു 100, മേശപ്പൂ 2000. മേശപ്പൂ 2. നിങ്ങൾ ആരാ? ഗർഭങ്ങൾക്ക് ഇരിക്കാമ്മ. സ്റ്റുപ്പിഡ്. പോയ കാര്യം എന്തായി? ഏയ്, ആ മാനേജർ നടക്കും തോന്നല്ല. മാനേജർ നടന്നില്ല, നിനക്കെന്താ? അതല്ല, അയാളൊട്ട് അടുക്കണല്ലേ. അപ്പൊ നിങ്ങൾ തമ്മിൽ അടുത്തിട്ട് കല്യാണം കഴിക്കാനുള്ള പരിപാടിയാ. ലോണിന്റെ കാര്യം എന്തായി? അത് തന്നെ പറഞ്ഞ ലോൺ ശരിയാവില്ലാന്ന്. ഞാനാ. പിന്നെ എന്റെ ബ്രദർ ലേഡീസ് വെയറിന് പുതിയ ബിസിനസ് തുടങ്ങി. നിന്റെ സൈസ് എത്രയാ? റോങ് നമ്പർ. എന്താ? ഒരു പെണ്ണ് വിളിച്ചിട്ട് ചോദിക്കാം എന്റെ സൈസ് എത്രയാന്ന്. എന്നിട്ട് നീ പറഞ്ഞോ? പറയല്ലേ, എന്റെ ലൈഫ് നിനക്ക് അറിയാലോ. ഹലോ, ഞാൻ മണവാളനാണ്, മണവാളൻ. ഞാനിപ്പോ മുംബൈയിൽ നിന്നാണ് വിളിക്കണത്. മുംബൈയിൽ ആ ഷേഖ് അബ്ദുള്ള തെണ്ടിയെ കുടുക്കിയടാ. ജയിലിൽ കിടക്കണതായിരുന്നു. ആരുടെയൊക്കെ ഭാഗ്യത്തിന് മുംബൈ വരെ എത്തി. എന്റെ എല്ലാം പോയടാ. ദുബായിലുള്ളതും നാട്ടിലുള്ളതും എല്ലാം പോയി. കുടുതുണിക്ക് മറുതുണിയില്ലാതെ ഞാൻ മുംബൈ തെരുവുകളിൽ തേരാപ്പാര നടക്കുകയാണ്. കള്ളവണ്ടി കയറാനുള്ള കാശ് പോലും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനൊരു ടാക്സി പിടിച്ചു വരികയാണ്. ടാക്സി കൂലി നീ തന്നെ കൊടുക്കണം. കൂടാതെ നീ എനിക്ക് തരാനുള്ള കാശും പലിശയുടെ പലിശയും. ഹലോ, നിങ്ങൾ ആരോടെ സംസാരിക്കുന്നെന്ന് അറിയോ? കാശ് ചോദിച്ചപ്പോ ശബ്ദം മാറ്റണ. മര്യാദക്ക് അവിടെ വരുമ്പോ കാശ് എന്നില്ലെങ്കിലേ ഈ മണവാളനായിരുന്നു നീ അറിയും. ശരി, എന്നത്താ നേരിട്ട് വാ, മുഴുവൻ അങ്ങ് സെറ്റിൽ ചെയ്തേക്കാം. താങ്ക് യുടാ. അയ്യോ, പെട്ടി മുഴുവൻ കെട്ടിക്കഴിഞ്ഞോ? എന്റെ ഫുൾ ക്യാഷ് അതിനകത്തായിരുന്നു. കെട്ടിയ പെട്ടി ഒരിക്കലും അഴിക്കരുത്, ഐശ്വര്യക്കേടാ. പ്രത്യേകിച്ച് ഒരു ലോങ് ട്രിപ്പ് പോകുമ്പോ. ബുക്കും പേപ്പർ ഉണ്ടോ? വണ്ടിയുടെ ബുക്കും പേപ്പർ? അല്ലല്ല, പറ്റുബുക്കേ. ഇല്ലെങ്കിൽ 200 പേരുടെ വരിട്ടൊരെണ്ണം വാങ്ങിച്ചോളൂ. എന്നിട്ട് ഇവിടെ മുതൽ അവിടം വരെയുള്ള എന്റെ എല്ലാ ചെലവുകളും എഴുതി വെച്ചോളൂ. മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരു ലോങ് ട്രിപ്പ് ജീവിതത്തിൽ ആദ്യമായിട്ട്. അതിരിക്കട്ടെ, സാറ് മലയാളിയാണോ? അതെ. താനോ? ഞാനും മലയാളിയാണ്. അപ്പൊ നമുക്ക് പരസ്പരം മിണ്ടി പറഞ്ഞൊക്കെ പോകാൻ. അതെ. എന്താ പേര്? പി ധർമ്മേന്ദ്ര. നല്ല പേര്. ഹലോ, മിസ്റ്റർ ഹരികൃഷ്ണൻ. അതെ. തൊഴില് പടക്ക കച്ചവടം. യെസ്, ഹോൾസെയിൽ ആണ്. കൊറേ കാശ് പലരിൽ നിന്നായി കടം വാങ്ങിയിട്ടുണ്ട്. ആണോ? എന്നിട്ട് എന്താ തിരിച്ചു കൊടുക്കാത്തെ? ഞാനല്ല, താൻ. ദുബായിൽ നിന്നൊരു മണവാളൻ, തിരുനെൽവേലിയിൽ നിന്നൊരു ആണ്ടിപ്പെട്ടി.
ഇവർക്കൊക്കെ താൻ കാശ് കൊടുക്കാനുണ്ട്. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. സൗന്ദര്യം മനുഷ്യനിങ്ങനെ ഒരു ശാപമാവോ? കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് പ്രേമിക്കാൻ സമയമില്ല. അതിന് തണ്ണിപ്പാര പ്രേമിച്ച് പിന്നെന്തിനാ താൻ എന്റെ ബയോഡാറ്റ തപ്പിയെടുത്തത്? തപ്പിയെടുത്തൊന്നല്ല, ഞാനിപ്പോ സംസാരിക്കുന്നതേ തന്റെ ഫോണിൽ നിന്നാ. എന്റെ ഫോണിൽ നിന്നാ? അപ്പൊ ഞാൻ സംസാരിക്കണേ തന്റെ ഫോണിൽ നിന്നാ? അതെ. അയ്യോ, ഇത് എന്റെ നമ്പർ ആണല്ലോ. നമ്മുടെ ഫോണുകൾ തമ്മിൽ എങ്ങനെയോ മാറിയിട്ടുണ്ട്. ആ വെറുതെ അല്ല, ഡാഡി എന്ന് പേരുള്ള ഒരു തെണ്ടി എന്നെ എപ്പോഴും സ്റ്റേറ്റ്സിൽ വിളിക്കണേ. അയ്യോ, അത് എന്റെ ഡാഡിയാ. ആ തെണ്ടി കുട്ടിയുടെ അയ്യോ. മര്യാദക്ക് നാളെ തന്നെ എന്റെ ഫോൺ തിരിച്ചു തരണം. ഓ പിന്നെന്താ, എനിക്ക് നാളെ തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ പറഞ്ഞു വിട്. എനിക്ക് ഹസ്ബൻഡ് ഒന്നുമില്ല. ഓ സോറി, വിധവയാണല്ലേ? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കാത്ത വിധവയോ? എങ്കിൽ ബ്രദറിനെ വിടും. തനിക്ക് കൊണ്ടു തന്ന എന്താ? കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു വൻകിട ബിസിനസ്സുകാരനാണ്. എനിക്കിവിടെ 100 കൂട്ടം തിരക്കുണ്ട്. എന്നാലും നാളെ രാവിലെ 10 മണിയാകുമ്പോ പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ വരാൻ പറ്റുമോ? ഓക്കെ. അതെ, ഈ ഫോണിൽ നിന്ന് ഞാൻ കുറച്ച് STD വിളിച്ചിട്ടുണ്ട്. ബില്ല് വരുമ്പോ ഞെട്ടരുത് കേട്ടോ. നോ പ്രോബ്ലം. ഞാൻ വിളിച്ചത് മുഴുവൻ ISD യാ. ഓ സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. ഹോ, അങ്ങനെ നാടെത്തി. ഞാൻ ഈ മലയാള നാടിന്റെ ഗന്ധമൊന്ന് ആസ്വദിക്കട്ടെ. അയ്യേ, കൊച്ചി എത്തി. ആ വണ്ടി വിട്ടോ. ജി സാർ. നിങ്ങൾ പറയണ കേട്ടതൊന്നും ഞാൻ വേറെ ഏതോ പെണ്ണിനെടുത്താ പോയതെന്ന്. ഇവളുണ്ടല്ലേ, ഇവളെന്റെ സ്വന്തം ഭാര്യയാണ്. അവളോട് ഞാൻ മിണ്ടിന്ന് പറഞ്ഞിരിക്കും. സ്വന്തം ഭാര്യ? നീ ഇവളോട് മിണ്ടിയന്റെ പറഞ്ഞതിന്റെ ഫലാടാ ഈ നേരത്തെ നിൽക്കുന്നതൊക്കെ. ഒരു കൊടിയുടെ മേടിച്ചെടുക്കണ ഒരു ജാതക്കല്ലേ ആളുണ്ടല്ലോ. എന്റെ ഭഗവതി, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം ഭാര്യ അടുത്ത് മിണ്ടാൻ പാലെന്ന തള്ളേ ലോകത്താദ്യമായിട്ട് കാണുകയാണ് മൂദേവി. നീ എന്താണ് എന്നെ വിളിച്ചത്? മൂദേവിനോ? അതെ, മൂദേവി, മൂങ്ങ, രാക്ഷസി, മൂദേവി. എല്ലാ ചീത്തപ്പേരും നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഭാര്യ ഞാൻ അവിട്ട് വെച്ച് പൊട്ടിച്ചാളെ. ഞാൻ ശരിപ്പെടുത്തി നിന്റെ പണി ഞാനുണ്ട്. ഞാൻ അങ്ങോട്ടല്ല. ഞാൻ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ല. എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും പോട്ടെ. അവനെ പിന്തുടരൂ, ആ ബൈക്ക് ഫോളോ ചെയ്യൂ. കാറിന്റെ വീല് പോണ്. താൻ എന്തിനാണോ വണ്ടി എടുത്തത്? ആ ബൈക്കിന് ഫോളോ ചെയ്യണോ? കാറിന്റെ വീല് പോണ് സാബ്ജി. എന്റെ അമ്മോ, ഏത് തെണ്ടിന്റെ ടയറാണത്? എന്താണ് താനെന്തിനാണ് ഈ ടയറെ കൊണ്ട് കാശല്ലേ വേണ്ടോ? പിടിച്ചോ, 100 രൂപ പിടിച്ചോ. 100 രൂപയോ? 200 താടോ? നീ താടോ? 200 രൂപ? 6 ചട്ടിക്ക് 200 രൂപ. അപ്പൊ ഒരു ചട്ടിക്ക് എന്താ? ഇതെന്റെ ടയറാ. വീട്ടിപ്പോടാ. ഇതെന്റെ ടയറാണ്. എന്തൊരു കഷ്ടം. ധാരാവി കേട്ടിട്ടുള്ള കേറ്റിക്കള ഞാൻ. ആ, ഈ മലയാളീസിന്റെ കാര്യം ചതിയന്മാരാണല്ലോ. 200 കൊടുത്താൽ എന്താ ടയർ കിട്ടിയില്ലേ? ആ, ഈ സൈഡ് 2 ഓക്കെ, ആ സൈഡായിരിക്കും. ഈ സൈഡും 2 ഓക്കെ. അപ്പൊ പിന്നെ ഈ ടയർ ഏതാണ് സാബ്? ആകാശത്ത് വന്നോ? ഫ്ലൈറ്റിൽ നിന്ന് വീണതായിരിക്കോ? ലാൻഡ് ചെയ്യുമ്പോ അറിയാം. ഇയാളാണ് ആള്. ഏട്ടാ പിടിച്ചോ, ഫ്രീയാ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി